Assalamu alaikum, welcome to my channel. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പാനിപൂരിയാണ്. പാനിപൂരിക്ക് വേണ്ടി നമുക്ക് ഒരു ഗ്രീൻ ചട്നിയും സ്വീറ്റ് ചട്നി പിന്നെ പൊട്ടാറ്റോ ഫില്ലിങ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പൂരിക്ക് വേണ്ടി മാവൊന്ന് കുഴച്ച് വെക്കാം. ആ സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പൂരി വേണമെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. കാലത്തിന് ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം കഴിക്കാനാകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ. ഇതിന് വേണ്ടി 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി ഒരു 1/4 കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല മയത്തിലത് കുഴച്ചെടുക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക, ഒരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പ് ചേർക്കാതെ തന്നെയാണ് ഇവിടെ മാവ് കുഴച്ചിട്ടുള്ളത്. ഉപ്പ് ചേർക്കാതെ കുഴക്കുന്നത് ഈ പൂരി ഒത്തിരി നേരം അങ്ങനെ ക്രിസ്പിയോടെ ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പൂരിയൊക്കെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. 15 മിനിറ്റിന് ശേഷം മാവ് ഒന്നുകൂടെ നന്നായി കുഴച്ച് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ചെറിയ പൂരി ഉണ്ടാക്കുക. ഇത് വേണമെങ്കിൽ മൊത്തത്തിൽ എടുത്തിട്ട് പരത്തി, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി മാവ് എടുത്ത് പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പക്ഷേ അങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗം, പൂരിയുടെ ചുറ്റുഭാഗം ഇങ്ങനെ കട്ടി കൂടി വരും. ഇങ്ങനെ ഓരോ ചെറിയ ഉരുളകളായിട്ട് പൂരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തൊന്നും അങ്ങനെ കട്ടി വരില്ല. ഇതെല്ലാം തന്നെ പരത്തി വെച്ച് കഴിഞ്ഞ് ഇനി നമുക്കിത് ഓരോന്നെടുത്ത് എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് മല്ലിയില, 1 കപ്പ് പുതിനയില, പച്ചമുളക് 1, 2 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പുളിവെള്ളത്തിന് പകരം ലൈം ജ്യൂസ് ചേർത്താലും മതി. അപ്പോൾ ഇത് അരച്ചെടുത്ത് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് 2 കപ്പ് എക്സ്ട്രാ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തപ്പോൾ ചാറ്റ് മസാലയുടെ ടേസ്റ്റ് കുറവാന്ന് തോന്നി, അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കുക. 1/4 കപ്പ് ബൂന്തി കൂടെ ഇതിലോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇനി പൊട്ടാറ്റോ ഫില്ലിങ് ഉണ്ടാക്കുക. അതിന് വേണ്ടി ഒരു 4 പൊട്ടാറ്റോ എടുത്ത് കുക്കറിൽ വേവിച്ചെടുത്താണത്. നന്നായിട്ട് ഉടച്ചെടുക്കുക. 1 സവാള ചെറുതായി അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് കറുത്ത കടല വേവിച്ചത് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് റെഡിയായി. ഇനി നമുക്ക് സ്വീറ്റ് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് ഒരു 1/4 കപ്പ് പുളി കുതിർത്തത് ചേർത്ത് കൊടുക്കുക. കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം. ഇനി ഒരു 5 ഡേറ്റ്സ് വെള്ളത്തിൽ കുതിർത്തതും കൂടി ചേർക്കുക. 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത്,
ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചാറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ച് ഏകദേശം ഒന്ന് ഡേറ്റ്സും പുളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കൂടി ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൂരിയിലോട്ട് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്യുക. ആദ്യം നമുക്ക് പൊട്ടാറ്റോ മിക്സ് എടുത്തിട്ട് ഇതിലോട്ട് ആദ്യം ഇടുക. അതിൻ്റെ മീതെ സ്വീറ്റ് ചട്നി, അതിൻ്റെ മീതെ ഗ്രീൻ ചട്നി. അപ്പോൾ പാനിപ്പൂരി ഇവിടെ റെഡിയായി. ഇത് ഒരെണ്ണം എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.